ഇല്ലാത്ത തെളിവുകൾ പോലും ഉണ്ടാക്കി പ്രകാശ് കേസ് ഫൈറ്റ് ചെയ്യും. ജീവപര്യന്തം ശിക്ഷ ഉറപ്പാ. നീ കിടന്ന് ബഹളം വെക്കാതെ എന്താണ് പോംവഴി നമുക്ക് ആലോചിക്കാം. മിനിസ്റ്ററെ വിളിച്ച് ഞാൻ കാര്യം പറഞ്ഞു. പോലീസിന്റെ ഭാഗത്തുനിന്നുള്ള എല്ലാ ഹെൽപ്പും നമുക്ക് ഉണ്ടാകുമെന്ന് അദ്ദേഹം ഉറപ്പ് തന്നിട്ടുണ്ട്. എന്നാലും പ്രകാശ് കേസ് വാദിക്കുന്നു എന്ന് പറയുമ്പോ നമുക്കിത് വരണം. ആ തെണ്ടിക്ക് ഓവർ പെർഫോമൻസ് കൊടുക്കരുതെന്ന് ഞാൻ അന്നേ അച്ഛനോട് പറഞ്ഞതാ. ഒറ്റ അക്ഷരം വേണ്ടി പോരുത്. ഇത്രയും കുഴപ്പങ്ങൾക്കൊക്കെ കാരണം നീ ഒറ്റൊരുത്തനാ. മാർഷിന്റെ ഫാമിലിയോട് പ്രകാശിനുള്ള സെന്റിമെന്റ്സ് എന്താണെന്ന് നിനക്ക് അറിയാമായിരുന്നിട്ടും ആ പെണ്ണിനെ വെറുതെ പഴയ കാര്യങ്ങൾ കുത്തിപ്പോക്കുന്ന എന്തിനാളിയാ? ഞാൻ ആലോചിച്ചിട്ട് ഒരു പോംവഴിയെ കാണുന്നുള്ളൂ. പ്രകാശുമായി ഒരു കോംപ്രമൈസിന് ഒന്നുകൂടി ട്രൈ ചെയ്താലോ? ഞാൻ ആ തെണ്ടി പെണ്ണിനെ വിവാഹം കഴിക്കണമെന്നാണ് അമ്മാവൻ പറയുന്നത്. അതിൽ കുറഞ്ഞ ഒത്തുതീർപ്പിന് തയ്യാറില്ല എന്ന് പച്ച മലയാളത്തിലല്ലേ പ്രകാശ് പറഞ്ഞത്? പ്രകാശിനെ നമുക്കറിയില്ലേ? അയാൾ ഒരു വാക്ക് പറഞ്ഞാൽ അത് വാക്കാണ്. ആ സ്റ്റാൻഡ് പോയിന്റിൽ നിന്നും അയാൾ പിന്മാറുന്ന പ്രശ്നമേ ഇല്ല. പിന്നെ പ്രതിരോധമല്ല നമുക്ക് ആവശ്യം, പ്രത്യാക്രമണമാണ്. എനിക്കറിയാം എന്താണ് ചെയ്യേണ്ടത്. യെസ്, യു കൻ പ്രൊസീഡ്. നിങ്ങൾ ഈ ടെലിഫോൺ ബൂത്ത് തുടങ്ങിയിട്ട് എത്ര നാളായി? 5 കൊല്ലം. ഉദ്ദേശം എത്ര മണിക്കാണ് മിസ് ഗീത ഈ ഫോൺ കോളുകളൊക്കെ ചെയ്തത്? ഏകദേശം 3 മണിയായി കാണും. ആദ്യം ഏത് നമ്പറിലേക്കാണ് ഫോൺ ചെയ്തത്? 66443. ഈ നമ്പർ വിളിച്ച് മിസ് ഗീത എന്താണ് സംസാരിച്ചതെന്ന് നിങ്ങൾക്ക് ഓർമ്മയുണ്ടോ? ആ കുട്ടിയുടെ സംസാരത്തിൽ നിന്നും അഡ്വക്കേറ്റ് ശ്യാംപ്രകാശിന്റെ ഓഫീസിലേക്കാണ് വിളിച്ചതെന്ന് ഞാൻ ഊഹിച്ചു. അടുത്തത് ഏത് നമ്പറിലേക്കാണ് വിളിച്ചത്? 72495 കൈമൽ കൺസ്ട്രക്ഷന്റെ ഓഫീസിലേക്ക്. കൈമൽ കൺസ്ട്രക്ഷൻസിലേക്കാണ് വിളിച്ചതെന്ന് നിങ്ങൾക്ക് എങ്ങനെ മനസ്സിലായി? കൈമൽ കൺസ്ട്രക്ഷൻ എന്നുള്ളതും 72495 എന്ന നമ്പരും അവർ കുറിച്ചിട്ടത് എന്റെ അക്കൗണ്ടിംഗ് ഷീറ്റിലാണ്. 72495 എന്ന നമ്പർ വിളിച്ചിട്ട് എന്താണ് പറഞ്ഞത്? വളരെയധികം ട്രൈ ചെയ്തിട്ടും ആ നമ്പർ കിട്ടിയില്ല. എന്നിട്ട് അവർ വീണ്ടും 66443 വിളിച്ച് കൈമൽ കൺസ്ട്രക്ഷന്റെ അഡ്രസ് ചോദിച്ച് മനസ്സിലാക്കി. ആ കുട്ടി അങ്ങോട്ടാണ് പോകുന്നതെന്നും എന്നോട് പറഞ്ഞു. ഇവരാണ് കൈൻഡ്ലി നോട്ട് ദിസ് പോയിന്റ്. ഈ ഫോൺ കോളുകൾ ചെയ്തതിന്റെ ചാർജസ് മിസ് ഗീതയുടെ കയ്യിൽ നിന്ന് ഈടാക്കിയതിന്റെ റെസീറ്റ് ഞാൻ ഇവിടെ സബ്മിറ്റ് ചെയ്യാണ്. You can proceed with the next witness. എത്ര മണിക്കാണ് മിസ് ഗീത നിങ്ങളുടെ ഓട്ടോറിക്ഷ പിടിച്ചത്? ഒരു 3:30-4 ആവും. ഏത് സ്ഥലത്തേക്ക് പോകണമെന്നാണ് അവർ പറഞ്ഞത്? നേതാജി റോഡിലുള്ള കൈമൾ കൺസ്ട്രക്ഷന്റെ ഓഫീസിൽ പോകണമെന്ന് പറഞ്ഞു. എന്നിട്ട് ഞാൻ അവിടെ കൊണ്ടുപോയി വിട്ടു. അവർ ഓഫീസിലേക്ക് കയറി പോകുന്നത് നിങ്ങൾ കണ്ടോ? കണ്ടു സർ. അതെങ്ങനെ കണ്ടു? അപ്പൊ നിങ്ങൾ അവിടെ വെയിറ്റ് ചെയ്തോ? ഇല്ല, തിരിച്ചു വരുന്നതിന് മുമ്പ് ബീഡി കത്തിക്കാനായി അവിടെ നിന്ന് ഒരാളോട് തീപ്പെട്ടി ചോദിച്ചു. ആ സമയത്താണ് ഗീത ഓഫീസിനകത്തേക്ക് കയറി പോകുന്നത് കണ്ടത്. ഇവരാണ് മിസ് ഗീത 4 മണിക്ക് കൈമൽ കൺസ്ട്രക്ഷൻസിന്റെ ഓഫീസിൽ പോയിരുന്നു എന്നുള്ളത് സാക്ഷിമൊഴിയിൽ നിന്ന് വ്യക്തമാണ്. അവിടെ പോകാനുണ്ടായ സാഹചര്യങ്ങളും വളരെ കൺവിൻസിംഗ് ആണ്. ഇവരാണ് ഇത് മെഡിക്കൽ റിപ്പോർട്ട്സ് ആണ്. ഈ പട്ടണത്തിലെ ഏറ്റവും ലീഡിംഗ് ആയിട്ടുള്ള 3 ഡോക്ടേഴ്സിന്റെ ഫൈൻഡിങ്സ് ആണിത്. ഇതിൽ നിന്ന് മിസ് ഗീത ഒരു ബലാത്സംഗത്തിന് ഇരയായിട്ടുണ്ട് എന്നുള്ളത് ബഹുമാനപ്പെട്ട കോടതിക്ക് ബോധ്യമാകും. സാഹചര്യ തെളിവുകളിൽ നിന്നും സാക്ഷികളുടെ മൊഴികളിൽ നിന്നും പ്രതി മോഹൻ തന്നെയാണ് ഗീതയെ ബലാത്കാരം ചെയ്തിട്ടുള്ളത് എന്ന് വ്യക്തമാണ്. ആയതിനാൽ ഇന്ത്യൻ പീനൽ കോഡ് സെക്ഷൻ 375 ആൻഡ് 376 പ്രകാരം പ്രതി മോഹന് ജീവപര്യന്തം തടവ് നൽകി ശിക്ഷിക്കണമെന്ന് ബഹുമാനപ്പെട്ട കോടതിയോട് ഞാൻ അപേക്ഷിക്കുകയാണ്. ദാറ്റ്സ് ഓൾ യുവർ ഓണർ. Counsel for the accused may proceed. യുവർ ഓണർ, ടെലഫോൺ ബൂത്തിലുണ്ടായിരുന്ന ബാബുവിന്റെയും ഓട്ടോറിക്ഷ ഡ്രൈവർ ശ്രീകണ്ഠന്റെയും മൊഴികൾ 100% വിശ്വസനീയമാണ്. 4 മണിയോടുകൂടി ഗീത കൈമൾ കൺസ്ട്രക്ഷന്റെ ഓഫീസിലേക്ക് കയറിപ്പോയതും ശരിയാണ്. ബട്ട് യുവർ ഓണർ, പ്രതി മോഹന്റെ പേരിൽ ആരോപിക്കപ്പെട്ടുള്ള കുറ്റം കെട്ടിച്ചമച്ചിട്ടുള്ളതാണ്. അതിനുള്ള തെളിവ് ഞാൻ ഹാജരാക്കാം. ഈ കേസുമായി ബന്ധമുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സാക്ഷിയെ കൂടി വിസ്തരിക്കാനുള്ള അനുവാദം ബഹുമാനപ്പെട്ട കോടതി എനിക്ക് തരണം. You can proceed. നിങ്ങൾ മിസ്റ്റർ ശ്യാംപ്രകാശിന് ജൂനിയറായി പ്രാക്ടീസ് ചെയ്യല്ലേ? അതെ. എത്ര കൊല്ലമായി? 5 കൊല്ലം. സംഭവ ദിവസം 4 മണിക്ക് കൈമൽ കൺസ്ട്രക്ഷനിൽ നടന്നെന്താണെന്ന് വ്യക്തമാക്കുന്നു. ശ്യാംപ്രകാശ് സാർ പറഞ്ഞതനുസരിച്ച് ഒരു കേസിന്റെ ഡീറ്റെയിൽസ് ഡിസ്കസ് ചെയ്യാനായി കൈമൾസ് കൺസ്ട്രക്ഷന്റെ ഓഫീസിൽ ഉദ്ദേശം 4 മണിക്ക് ഞാൻ പോയിരുന്നു. അവിടെ മിസ്റ്റർ മോഹനുമായി കേസിന്റെ കാര്യങ്ങൾ ഡിസ്കസ് ചെയ്തുകൊണ്ടിരുന്നപ്പോൾ മിസ് ഗീത അവിടെ വരികയും ശ്യാംപ്രകാശ് സാർ ഉണ്ടോ എന്ന് തിരക്കുകയും ചെയ്തു.
അദ്ദേഹം അവിടെ വന്നിട്ടില്ലെന്നും അദ്ദേഹത്തിന്റെ വീട്ടിൽ തന്നെ കാണുമെന്നും മോഹൻ പറഞ്ഞു. അപ്പോൾ തന്നെ ഗീത മടങ്ങി പോവുകയും ചെയ്തു. 5 വർഷം തന്റെ ജൂനിയറായി പ്രാക്ടീസ് ചെയ്തുകൊണ്ടിരിക്കുന്ന മാന്യ സുഹൃത്തിന്റെ മൊഴി മിസ്റ്റർ ശ്യാം പ്രകാശ് തീരെ പ്രതീക്ഷിച്ചിരിക്കില്ല. പല കൊളരായ്മയ്ക്ക് കൂട്ടുനിന്ന് മടുത്ത് സത്യത്തിന്റെയും ന്യായത്തിന്റെയും പാതയിലൂടെ സഞ്ചരിക്കാൻ അല്പം വൈകിയെങ്കിലും മിസ്റ്റർ ഗോപാലകൃഷ്ണൻ സാധിച്ചു. ദാറ്റ്സ് ഓൾ യുവർ ഓണർ. ഈ കേസിന്റെ വാദം നാളെയും തുടരും. പക്ഷേ കേസ് കൊടുത്തത് തെറ്റായി പോയെന്ന് എല്ലാവരും എന്നെ കുറ്റപ്പെടുത്തുന്നു. പക്ഷേ എല്ലാം എനിക്ക് മനസ്സിലാവശ്യം. ഇത്തരം പരീക്ഷണങ്ങളോടൊന്നും മനസ്സ് തളരരുത്. അന്തിമ വിജയം എപ്പോഴും സത്യത്തിനും നീതിക്കുമായിരിക്കും. ഗോപാലകൃഷ്ണൻ അവര് വിലയ്ക്ക് വാങ്ങിയതാവും. ഹലോ, How are you, പ്രകാശ്? ഇതൊരു തുടക്കം മാത്രം. ദിസ് ഇസ് ഓൺലി എ ബിഗിനിങ്. കൂടുതൽ ഷോക്കുകൾ നേരിടാൻ തയ്യാറായിക്കൊള്ളൂ. വൈകിട്ടില്ല. കോംപ്രമൈസിന് ഇത് സമയമുണ്ട്. എന്താ ഒന്നും മിണ്ടാത്തത്? ഓഹോ, എന്നോട് ദേഷ്യമായിരിക്കും. ശ്രീപ്രകാശ്, ഞാൻ സമ്മതിക്കുന്നു, എന്റെ മോൻ ചെയ്ത് തെറ്റ് തന്നെയാണ്. മദ്യത്തിന്റെ ലഹരിയിൽ നമുക്ക് എല്ലാവർക്കും പറ്റാവുന്ന ഒരു അബദ്ധം മാത്രമാണ്. ഇരുകൂട്ടരും വിട്ടുവീഴ്ച ചെയ്യുന്നതിനെയാണ് കോംപ്രമൈസ് എന്ന് പറയുന്നത്. നമ്മൾ തമ്മിൽ ഇത്രയും അടുപ്പമുള്ള സ്ഥിതിക്ക് നിങ്ങൾ ഇപ്പോഴും ആദ്യത്തെ സ്റ്റാൻഡിൽ ഉറച്ചു നിൽക്കുന്നത് കഷ്ടമാണ്. എന്റെ ഓഫർ ഞാൻ റിപ്പീറ്റ് ചെയ്യുന്നു. നിങ്ങൾ ഈ കേസിൽ നിന്ന് പിന്മാറുകയാണെങ്കിൽ 10 ലക്ഷം രൂപ വരെ അവർ കൊടുക്കാൻ ഞാൻ തയ്യാറാണ്. 10 lakhs. ആ കുട്ടിക്ക് ഒരു പുതിയ ജീവിതം തുടങ്ങാൻ ഈ തുക ധാരാളമല്ലേ? നമുക്ക് എല്ലാം മറന്നൊന്നാകുകയും ചെയ്യാം. എന്ത് പറയുന്നു മിസ്റ്റർ പ്രകാശ്?